കലാപ്രവർത്തകർക്കും ഒത്തുകൂടുന്നതിനും പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുമായി നിലവിൽ കോഴിക്കോട് നഗരത്തിൽ ഓഡിറ്റോറിയങ്ങളൊന്നും തന്നെ ലഭ്യമല്ലാത്ത സാഹചര്യമാണുള്ളത്. കോഴിക്കോടിനെ നഗരം എങ്ങനെ ഉണർത്തുന്ന ഒരു ഹാളാണ് കോഴിക്കോട്ടെ. ഒരുപാട് കലാകാരന്മാർ അവരൊക്കെ നിത്യേന അവർക്ക് അവിടെ ടൗൺ ഹാളിൽ പ്രോഗ്രാം ഉണ്ടാകുന്നതാണ്. മ്യൂസിഷ്യൻസ് ആണെങ്കിൽ അവർക്കും, അതുപോലെ നാടകകലാകാരന്മാർ, പിന്നെ ഡാൻസ്, ഇവർക്കൊന്നും ഇപ്പോൾ ഒരു വേദി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഇല്ലാത്തത് കൊണ്ട് നഗരം നമുക്കിവിടെ പദവി കിട്ടി അതെന്ന് നഷ്ടപ്പെടും എന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ നമസ്കാരം. സാഹിത്യ നഗരമായ കോഴിക്കോട് നിലവിൽ തങ്ങളുടെ കലാപ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ ഒരു വേദിയില്ല എന്നുള്ളതിന്റെ വിഷമത്തിലാണ് കോഴിക്കോട് നഗരത്തിലെ കലാസ്വാധകരും കലാപ്രവർത്തകരും എല്ലാം. കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഓഡിറ്റോറിയങ്ങളായ കോഴിക്കോട് ടാഗോർ ഹാൾ, അതുപോലെ തന്നെ കോഴിക്കോട് ടൗൺ ഹാൾ, ഇത് രണ്ടും ഏതാനും നാളുകളായി അടച്ചിട്ടിരിക്കുകയാണ്. എന്ന് ഇവ രണ്ടും തുറന്ന് പ്രവർത്തിക്കും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു അറിവും ഇതുവരെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കോഴിക്കോട്ടെ കലാപ്രവർത്തകർ പറയുന്നത്. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓഡിറ്റോറിയങ്ങളിലൊന്നായ കോഴിക്കോട് ടാഗോർ ഹാൾ കഴിഞ്ഞ 1.5 വർഷക്കാലമായി അടച്ചിട്ടിരിക്കുകയാണ്. ആദ്യകാലത്ത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് ഇത് അടച്ചിട്ടിരുന്നതെങ്കിലും ഇപ്പോൾ കോർപ്പറേഷൻ പറയുന്നത് ഇത് പൊളിച്ച് പുനർനിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് 49 കോടിയോളം രൂപ കടമെടുക്കാനുള്ള തീരുമാനവും കോഴിക്കോട് കോർപ്പറേഷൻ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ടെൻഡർ നടപടികൾ ഉൾപ്പെടെയുള്ളവ ഇനിയും പൂർത്തിയാകാത്തതിനാൽ എപ്പോഴാണ് ഇത് പൊളിച്ചു തുടങ്ങുക എന്നും പുനർനിർമ്മിക്കുക എന്നുള്ളതും ആയ കാര്യം വ്യക്തമല്ല. അതുവരേക്കും തങ്ങൾ എവിടെയാണ് പരിപാടി അവതരിപ്പിക്കുക എന്നുള്ളത് കോഴിക്കോട് നഗരത്തിലെ കലാസ്വാധകർ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കോഴിക്കോട് നഗരത്തിൽ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഓഡിറ്റോറിയമാണ് കോഴിക്കോട് ടൗൺ ഹാൾ. എന്നാൽ 2024 സെപ്റ്റംബറിൽ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ട കോഴിക്കോട് ടൗൺ ഹാൾ ഇനിയും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. 3 മാസത്തേക്കെന്ന് പറഞ്ഞാണ് കോഴിക്കോട് ടൗൺ ഹാള് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി അടച്ചിട്ടത്. എന്നാൽ ഇപ്പോൾ 5 മാസം പിന്നിട്ടിട്ടും ഇനിയും തുറന്നു കൊടുത്തിട്ടില്ല. ഇതെന്ന് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്നുള്ള കാര്യം ഇനിയും വ്യക്തമായില്ല എന്നാണ് കലാസ്വാധകർ പറയുന്നത്. ഇത്തരത്തിൽ നീണ്ട നാളുകളായി കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഓഡിറ്റോറിയങ്ങളും അടച്ചിട്ടത് കാരണം തങ്ങൾ വലിയ വിഷമത്തിലാണ് എന്നാണ് കോഴിക്കോട്ടെ കലാപ്രവർത്തകർ പറയുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് കോഴിക്കോട്ടെ കലാസാംസ്കാരിക സംയുക്ത വേദിയുടെ കൺവീനറായ സലാം കെ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. കോഴിക്കോടിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ കലാകാരന്മാർ പ്രയാസം നേരിടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് കോഴിക്കോട് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സാഹിത്യ നഗരം, ആ പദവി നമുക്ക് കോഴിക്കോടിന് കിട്ടി എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് നമുക്കത് ആ സാംസ്കാരിക പരിപാടികളൊക്കെ നടത്താൻ ഇവിടെ ഹാളുണ്ടോ, അതിന് പറ്റിയ സ്ഥലങ്ങളുണ്ടോ എന്നൊന്നും ചിന്തിക്കുന്നില്ല നമ്മൾ അധികൃതർ. ഉള്ള ഹാളുകൾ തന്നെ ഇപ്പോൾ നമുക്കറിയാം, കോഴിക്കോട് ടാഗോർ സെൻട്രൽ ഹാൾ. കോഴിക്കോട് ടാഗോർ സെൻട്രൽ ഹാൾ എന്ന് പറഞ്ഞാൽ പ്രശസ്തമായൊരു ഹാളാണ്. എത്രയോ പ്രോഗ്രാമുകൾ അവിടെ നടന്നുകൊണ്ടിരുന്നു. പക്ഷേ അത് ഇപ്പോൾ പൊളിക്കാൻ പോവുകയാണ്. പൊളിച്ച് ഇനിയിപ്പോൾ ഇത് എപ്പോഴും വരും, എന്ന് വരും എന്നുള്ളതെന്ന് നമുക്കൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചുരുങ്ങിയതൊരു 10 കൊല്ലങ്ങളിൽ എടുക്കും. കാരണം അതിൻ്റെ ടെൻഡർ ആവണം, അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം, ഗവൺമെൻറ് ഫൈനാൻസ് കിട്ടണം. അപ്പോൾ അതാണ് ഇവിടുത്തെ കോഴിക്കോട് ഏറ്റവും വലിയൊരു നഷ്ടം. അപ്പോൾ അതിന് ഒരു പാരലായിട്ടൊരു ഹാൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുമ്പം അത് പൊളിച്ച് നീക്കുക എന്നുള്ളത് ആണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അത് ചെയ്തില്ല. അവർ ഒരു ടെൻഡർ വിളിച്ചു, അതുകൊണ്ട് പൊളിക്കാനും മറ്റേ ഒരു പുതിയ ഹാൾ വരും എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായി. അപ്പോൾ അത് വലിയൊരു ഭീമമായ നഷ്ടമാണ് കോഴിക്കോട്ടെ കലാകാരന്മാർക്കും സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ള എല്ലാവർക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്കിപ്പോൾ അവർ പറയുന്നത് ഗവൺമെൻറ്, പിന്നെ അതുപോലെ കോർപ്പറേഷൻ അധികൃതർ പറയുന്ന ഒരു ഹാള് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ചാലപ്പുറത്തുള്ള കണ്ടംകുളം ജൂബിലി ഹാളാണ്. അവിടെയൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്, അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി കോർപ്പറേഷൻ അധികൃതർക്ക് അവർക്ക് പൈസ വരുമാനം വേണം. അതാണ് ഇവിടെ കലാസാംസ്കാരിക രംഗത്തുള്ളവരെ വളർത്താനോ അവരെ പ്രോത്സാഹിപ്പിക്കാനോ ഉള്ള ആളുകളല്ല. ഇവർക്കൊക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ചിന്താഗതി. ഏത് ഗവൺമെൻറ് വന്നാലും, ഓപ്പോസിഷൻ ആണെങ്കിലും അതേ സമയത്ത് ഭരണകക്ഷി ആളുകളൊക്കെ അത് തന്നെയാണ്. ഇപ്പം അവിടെ കല്യാണങ്ങളൊക്കെ അധികം നടക്കുന്നതും വലിയ പ്രോഗ്രാമിന് കിട്ടുന്നതും ആളുകളെ കയറ്റാനോ അത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനോ അത് പറ്റുന്നില്ല. അപ്പോൾ അത് മാത്രമല്ല, അതിന് ഭീമമായ സംഖ്യ അതിന് ഈടാക്കുന്നതാണ്. നമ്മൾ 2-3 പ്രതിഷേധങ്ങളും ധർണകളൊക്കെ നടത്തിയ മുമ്പ് ടാഗോർ സെൻ്ററാണ് ഭീമമായ സംഖ്യ ഇവർ വാടക ഇനത്തിൽ വരുത്തി. അതിന് നമ്മൾ പ്രക്ഷോഭം ഉണ്ടാക്കി കോർപ്പറേഷൻ മുമ്പിൽ വെച്ച്. ആ സമയത്താണ് ആ വാടകയൊക്കെ ഒന്ന് കുറച്ച് തന്നതും ടൗൺ ഹാളിൻ്റെയൊക്കെ വാടക കുറച്ചത്.
ഇപ്പോൾ വീണ്ടും ഈ ഹാളിൻ്റെ പ്രശ്നം വന്നപ്പോഴും നമ്മൾ ടൗൺ ഹാള് അടച്ചു പൂട്ടുന്നൊരു സമയം വന്നു. അത് ഇത്ര ദിവസം കൊണ്ട് അപ്പോൾ മൊത്തത്തിൽ ടാഗോറില്ല. ജൂബിലി ഹാളാണെങ്കിൽ അതിൻ്റെ സ്ഥിതി ഇങ്ങനെ. പിന്നെ ടൗൺ ഹാളും കൂടി അടച്ചു കഴിഞ്ഞാൽ ടൗൺ ഹാള് കോഴിക്കോടിനെ നഗരം എങ്ങനെ ഉണർത്തുന്നൊരു ഹാളാണ് കോഴിക്കോട്ടാണ്. എല്ലാവർക്കും അറിയാം. ഏത് സമയത്ത് അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കും. ഒരു നമുക്ക് ലൈവായിട്ട് എപ്പം വേണമെങ്കിലും ഒരു മനസ്സിന് ഒരു സുഖം കിട്ടണമെങ്കിൽ ആ ടൗൺ ഹാളിൽ കയറി ഇരുന്നാൽ മതി. ഒന്നുകിൽ പാട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളോ ആസ്വദിക്കാൻ പറ്റും. ആ ഹാള് അടച്ചു പൂട്ടുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും പ്രതിഷേധത്തിന് ഒരുങ്ങി. നമ്മൾ കോർപ്പറേഷൻ അധികൃതരെ സമീപിച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ബദലായിട്ട് ഒരു ചെറിയൊരു സംഗതി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞാണ് കോഴിക്കോട് ടാഗോർ സെൻ്ററിൻ്റെ ഒരു സൈഡിൽ അവരൊരു സ്റ്റേജൊക്കെ കിട്ടി ഞങ്ങൾ ഒരു വേദി ഉണ്ടാക്കിയിട്ടാണ്. പക്ഷെ ആ വേദിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവിടെ മണത്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇവരെല്ലാ സാധനം കച്ചറയും കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടോയ്ലറ്റ് സൗകര്യം ഇല്ല. ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് അവരൊരു പ്രഹസനം, നമുക്ക് എന്തെങ്കിലും ചെയ്തല്ലോ. അതും കഴിഞ്ഞ് നമ്മൾ അവരോട് മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് ഈ ഹാള് തീർത്തു തരും എന്നാണ് പറഞ്ഞത്. പക്ഷേ 3 മാസം കഴിഞ്ഞപ്പോൾ 4 കഴിഞ്ഞ് 5-ാമത്തെ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവരെ അത് തുറന്നിട്ടില്ല. അവസാനം ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ പറഞ്ഞാൽ ചെയർ വരണം. ചെയർ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഈ ജനുവരി ഫസ്റ്റ് വീക്കിൽ ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഇത് നമുക്ക് തുറക്കാം. കോഴിക്കോട്ടെ ഒരുപാട് കലാകാരന്മാർ അവരൊക്കെ നിത്യേന അവർക്ക് അവിടെ ടൗൺ ഹാളിൽ പ്രോഗ്രാം ഉണ്ടാകുന്നതാണ്. മ്യൂസിഷ്യൻസ് ആണെങ്കിൽ അവർക്കും, അതുപോലെ നാടക കലാകാരന്മാർ, പിന്നെ ഡാൻസ്, ഇവർക്കൊന്നും ഇപ്പോൾ ഒരു വേദി എന്ന് കോഴിക്കോട് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പ്രോഗ്രാം ചെയ്യാൻ അതായത് വീട്ടിലേക്ക് അവർ എന്തെങ്കിലും ഈ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെമാതിരി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ലല്ലോ കലാകാരന്മാർ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു നിത്യവൃത്തിക്ക് ഒരു സ്ഥലം ഈ ടൗൺ ഹാൾ എന്ന്. അതിപ്പോൾ അടച്ചിട്ടിട്ട് 4 മാസമായി പട്ടിണി. ഇനിയിപ്പോൾ അടുത്ത മാസം കഴിഞ്ഞാൽ റംസാൻ, കോഴിക്കോടിനെ സംബന്ധിച്ചോളം റംസാൻ വരാൻ പോകണം. റംസാൻ വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. പിന്നെ ഇവരെ സംബന്ധിച്ചോളം മാർച്ച് ഏകദേശം ഫെബ്രുവരി കൂടി മാർച്ച് ആകുമ്പോഴേക്കും ഇവരൊരു ഫൈനാൻഷ്യൽ ഇയർ അടുത്തതാണ്. അപ്പം അത് ഫണ്ട് പാസ്സാവണമെന്നൊക്കെ പറഞ്ഞ് ഇനിയും അത് നീളാനുള്ള സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. അത് തുറന്നാലായി, അത്രേ ഉള്ളൂ. ഇവിടുത്തെ കലാകാരന്മാരൊക്കെ കുറച്ചും കൂടി ഒരു ആശ്വാസം ഉണ്ടാവും ഈ മാസം തുറന്നിട്ടുണ്ടെങ്കിൽ. ഈ മാസം ലാസ്റ്റ് എന്നുള്ളതാണ് വാക്ക് പറഞ്ഞത്. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ കോഴിക്കോട് ഇത്രയും സാംസ്കാരിക രംഗത്തുള്ളവർക്കൊക്കെ നഷ്ടം. അത് മാത്രമല്ല സാഹിത്യ നഗരം നമുക്കിവിടെ പദവി കിട്ടി, അതെന്ന് നഷ്ടപ്പെടും എന്നുള്ളത് കണ്ടറിയണം. കാരണം ഈ ഹാളുകളും പ്രോഗ്രാമുകളും അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇത് അവർക്ക് യുനെസ്കോണിൽ നടത്തണം. അവർക്ക് ഇത് അറിയണം, ഇന്ന പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഹാളിൻ്റെ പരിമിതി കൊണ്ട് എന്ത് ചെയ്യാനാണ്? സാംസ്കാരിക പ്രവർത്തനങ്ങളോ അതിൻ്റെ പരിപാടികളോ നടക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ കോർപ്പറേഷൻ അധികൃതരും ഗവൺമെൻറ്റും ചിന്തിക്കേണ്ട കാര്യമാണ്. എത്രയും പെട്ടെന്ന് ഈ ഹാളൊന്നും പോരാ. ഇവിടെ കോഴിക്കോട് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് കോഴിക്കോടിൽ ഹാൾ എന്ന് പറയുന്ന സാധനമല്ല. പ്രൈവറ്റ് കുറേ ഹാൾ ഉണ്ടാക്കി കാര്യം അത് ഭീമമായ സംഖ്യക്കൊന്നും പരിപാടികൾ നടത്താൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അടിയന്തരമായിട്ട് നല്ലൊരു ഹാള്, ഇപ്പൊ ടാഗോർ ഹാള് വലിയ ഭീമമായ സംഖ്യയൊക്കെ പറയുന്നുണ്ട്. ഇത്രയും കോടികൾ ചിലവാക്കി അത്രയും വലിയൊരു ഹാളൊക്കെ വരും എന്നൊക്കെ പറയുന്നത്. അത് അങ്ങനെയാണ്. പക്ഷെ അതൊക്കെ വരുമ്പോൾ എപ്പോഴാണെന്ന് അറിയില്ല. കോഴിക്കോട് ജില്ലയിലെ കലാസ്വാദകർക്കും കലാപ്രവർത്തകർക്കും ഒത്തുകൂടുന്നതിനും പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുമായി നിലവിൽ കോഴിക്കോട് നഗരത്തിൽ ഓഡിറ്റോറിയങ്ങളൊന്നും തന്നെ ലഭ്യമല്ലാത്ത സാഹചര്യമാണുള്ളത്. ഏറ്റവും പ്രശസ്തമായ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ടാഗോർ ഹാള് പൊളിക്കുന്നതിന് വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ്. ടൗൺ ഹാളാണെങ്കിൽ കഴിഞ്ഞ 5 മാസമായിട്ട് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി എന്ന പേരിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇവ രണ്ടും പ്രവർത്തന സജ്ജമല്ല. അതിനാൽ തന്നെ തങ്ങളിനി എവിടെയാണ് കോഴിക്കോട് നഗരത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുക എന്നുള്ള ചോദ്യമാണ് കോഴിക്കോട് ജില്ലയിലെ കലാപ്രവർത്തകർ ഉന്നയിക്കുന്നത്. സ്വകാര്യ ഓഡിറ്റോറിയങ്ങളിലെല്ലാം ഭീമമായ വാടകയാണ് അവർ ചോദിക്കുന്നത്. ഇത് നൽകിക്കൊണ്ട് തങ്ങൾക്ക് പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി സാധിക്കില്ല എന്നുള്ളൊരു പരാതിയും അവർ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും കോഴിക്കോട് കോർപ്പറേഷൻ ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് എല്ലാ കലാപ്രവർത്തകരുടെയും അഭിപ്രായം. കോഴിക്കോട് നഗരത്തിൽ നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.